+2 കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? ഇതാണല്ലോ +2ന്റെ ഒരു സാധ്യതകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അത്. എന്തൊക്കെയാണ് സാധ്യതകൾ? നമുക്ക് ഓരോന്നും വെച്ചുകൊണ്ട് ജനറലായിട്ട് കുറെ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഇൻട്രസ്റ്റ് ഉള്ള സയൻസ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ ആയിട്ട് അക്കാഡമിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇപ്പം ബയോളജിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക്, ബയോളജി ഭയങ്കര താല്പര്യമുള്ള ആളുകൾക്ക് മാത്സും ഫിസിക്സും അത്ര കംഫർട്ടബിൾ അല്ല, കെമിസ്ട്രി കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഞാൻ പറയാവുന്ന ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പാരാമെഡിക്കൽ, അലൈഡ് സയൻസ്, അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകൾ ചെയ്യാം. അപ്പൊ പാരാമെഡിക്കൽ പറയുമ്പോൾ നമ്മൾ നഴ്സിംഗും ഫാർമസിയും ലാബ് ടെക്നോളജി ചെയ്യാം. നഴ്സിംഗ് കഴിഞ്ഞാൽ ഇപ്പോൾ നഴ്സിംഗിന്റെ വകഭേദങ്ങളായിട്ട് വരുന്ന ഒരുപാട് മേഖലയുണ്ട്. അത് സാധാരണ അത് സ്വതന്ത്രമായ കോഴ്സുകളായിട്ട് വന്നിട്ടുണ്ട്. ഏത്? ഇപ്പൊ നമ്മൾ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ബ്ലഡ് ബാങ്കിങ്, ഡയാലിസിസ്, അനസ്തേഷ്യ, അങ്ങനെ കുറെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സുകൾ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ നഴ്സിംഗ് പഠിച്ച് അതിന്റെ സ്പെഷ്യലൈസേഷനിലേക്ക്, 1 ഇയർ സ്പെഷ്യലൈസേഷനിലേക്ക് പോയി അതിനെ വ്യതിരിക്തമാക്കി എടുക്കാം. ഹെൽത്ത് കെയർ മാനേജ്മെന്റിലേക്കൊക്കെ പോകാം, ജനറ്റിക്സിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ പോകാം. മറ്റൊന്ന് B.Pharm ആണ്. B.Pharm എടുത്തു കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന ഒരുപാട് മേഖലകളിലേക്ക് പോയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗോ അതല്ലെങ്കിൽ പിന്നീട് ബിസിനസ് മാനേജ്മെന്റിലേക്കൊക്കെ പോവാം. ജനറ്റിക്സും ബയോടെക്നോളജിയും ചെയ്യാം. ജനറ്റിക്സും ബയോടെക്നോളജി ഒക്കെ പറയുമ്പോൾ അതിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷനുള്ള ഒന്ന് ഫാർമസി ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ മറ്റൊന്ന് MLT. MLT എന്ന് പറഞ്ഞാൽ വെറും ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല കേട്ടോ ശരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണോളജി, വൈറോളജി, ക്ലിനിക്കൽ എംബ്രിയോളജി ഇങ്ങനെ പോവാം. അപ്പൊ ഒന്ന് ബയോളജി, കെമിസ്ട്രി ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കുള്ളൊരു ഡെവലപ്പിംഗ് കരിയർ എന്നൊക്കെ ഈ 3 പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാം. ഇനി അത് അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നേരത്തെ പറഞ്ഞ അമ്മാതി കോഴ്സുകൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ അതുപോലെ തന്നെ അനസ്തേഷ്യന്റെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഇനി അതും അല്ലെങ്കിൽ അതല്ലാത്ത നമ്മൾ റെസിപ്പിറേറ്ററി, എമർജൻസി കെയർ, ഇങ്ങനത്തെ കോഴ്സുകൾ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നിക്സ്, ഇത്തരം കോഴ്സുകൾ നമുക്ക് ചെയ്ത് അതൊരു ജോബ് ഓറിയന്റഡ് ആണ്. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് വളരെ പരിമിതമാണെങ്കിൽ പോലും പെട്ടെന്ന് ജോലി കിട്ടാൻ അത് സഹായിക്കും. അതേസമയത്ത് ടു ബി സാച്ചുറേറ്റഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഒപ്റ്റോമെട്രിയും പെർഫ്യൂഷനും ഡയാലിസിസും ബ്ലഡ് ബാങ്കിങ് ഒക്കെ വരുന്നത്. അതെടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം നമുക്ക്. അപ്പൊ നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഇങ്ങനത്തെ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു 4 വർഷം കൊണ്ടൊക്കെ പഠിച്ച് 3 വർഷം കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു. ഒരു ഭാഗം അതാണ്. ഇനി റീഹാബിലിറ്റേഷൻ കാര്യം, ഇപ്പൊ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് കിട്ടിയില്ല, മെഡിക്കൽ പ്രാക്ടീസ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ നല്ല താല്പര്യം ഉണ്ടാകും, സ്വതന്ത്രമായിട്ട് ഒരു പ്രാക്ടീസിങ് കരിയറിലേക്കൊക്കെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് വിചാരിക്കും. മെഡിസിൻ കിട്ടിയില്ലെങ്കിലും അതുമ്പോൾ തലകുത്തി മറിയാതെ വേണമെങ്കിൽ ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപേഷൻ തെറാപ്പി പോലുള്ള കോഴ്സുകളിലേക്ക് പോയിട്ട് ഈ ബയോളജി, കെമിസ്ട്രി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇതിനെ ഒരു കരിയർ ഓറിയന്റേഷനിലേക്ക് മാറ്റാം. പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നതിനേക്കാൾ ക്രമേണ ഒരു പ്രാക്ടീസിങ് കരിയർ ആയിട്ട് മാറ്റാം. പ്രത്യേകിച്ച് ഒക്യുപേഷൻ തെറാപ്പി പോലുള്ള കോഴ്സുകളിൽ കേരളത്തിൽ സ്ഥാപനങ്ങളില്ല. 2 കൊല്ലം മുമ്പാണ് അത് തുടങ്ങിയത്. ആകെ 2 സ്ഥാപനമേ ഉള്ളൂ. അതുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ട്രോമ കെയറുകളിലും ഒക്കെ പ്രസക്തിയും ഡിമാൻഡും കൂടുന്നതുകൊണ്ട് ഫിസിയോതെറാപ്പി പോലുള്ളതിന് പ്രസക്തി ഉണ്ടാവും. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി പോലുള്ള കോഴ്സുകൾ. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഇത്രയും ചെയ്തല്ലേ ഒന്നുകൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്യുന്നു അറിയോ? വീണ്ടും ട്രൈ ചെയ്യും. ദെൻ വീണ്ടും ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ നീണ്ടു പോയിട്ട് എന്ത് ചെയ്യും? വിദ്യാർത്ഥികൾ ആകെ ഫെഡപ്പ് ആയിട്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും വെറ്റിനറി എടുക്കുന്ന ആളുകൾ കരിയർ ഓറിയന്റേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഇൻട്രസ്റ്റും താല്പര്യവും മനസ്സും എവിടെയാണ്? മെഡിസിനിലാണ്. അവർക്ക് ഇതിലങ്ങ് കോപ്പപ്പ് ചെയ്യാനോ ഇതിനോടങ്ങ് സ്നേഹം പ്രണയിക്കാനോ സ്നേഹം കാണിക്കാനോ ഇഷ്ക് ഉണ്ടാവാനോ സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്താ ചെയ്യുക? ഇതിലൊരു കരിയർ ഓറിയന്റേഷൻ ഉണ്ടാവില്ല. അപ്പൊ അവരാണ് പറഞ്ഞു നടക്കുന്നത് അഗ്രികൾച്ചർ പഠിച്ചിട്ട് കാര്യമില്ല, വെറ്റിനറി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് മെഡിസിൻ ഒരു പാഷനേറ്റ് ആവുകയും അത് പറ്റുമെന്ന് തോന്നുകയും ചെയ്യുന്ന ആളുകൾ അത് ചെയ്ത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമല്ല കെട്ടി മറിയാതെ 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് മുന്നോട്ട് പോവോ ഇല്ലേന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കിയിട്ട് ഇത്തരം കോഴ്സുകളിൽ ഫോക്കസ് ചെയ്തെടുത്ത് കരിയർ ഓറിയന്റഡ് ആക്കാൻ പറ്റും. ഇപ്പൊ 2 ആഴ്ച മുമ്പ് എൻ്റെ ഓഫീസിൽ ഒരു പയ്യൻ വന്നു. അന്ന് പണ്ട് 4-5 കൊല്ലം മുമ്പ് എൻ്റെ ഓഫീസിൽ വന്ന് ഈ മെഡിക്കൽ എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, മെഡിസിൻ ഫസ്റ്റ് ഒരു ചാൻസ് കൊണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് കിടന്ന് കളിക്കാതെ അഗ്രികൾച്ചറോ ഫിഷറീസോ വെറ്റിനറി എടുത്തിട്ട് അതിനെ കരിയർ ഓറിയന്റഡ് ആക്കുക. അന്ന് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഞാൻ ഒരു MBA റൂറൽ മാനേജ്മെന്റോ MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റോ പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ അതെടുത്ത് പഠിച്ചു. അഗ്രികൾച്ചർ ആദ്യം തന്നെ ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ പോയി അഗ്രികൾച്ചർ എടുത്തു. എന്നിട്ട് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ പ്ലേസ്മെന്റ് കിട്ടി എന്ന് പറയാൻ വേണ്ടി വന്നതാ. വേറൊരു കുട്ടി അഗ്രികൾച്ചർ ചെയ്തതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു?
മൂപ്പര് നേരെ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ PG പ്രിപ്പറേഷനും അതോടൊപ്പം PSC പ്രിപ്പറേഷനും SSC പ്രിപ്പറേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അസിസ്റ്റന്റ് സോയിൽ ഓഫീസറായിട്ട് ജോലി കയറി PG ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എൻട്രൻസ് ക്ലിയർ ചെയ്ത് ടെസ്റ്റ് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബയോളജി ആൻഡ് കെമിസ്ട്രിക്കാർക്ക് ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ദെൻ മൈക്രോബയോളജി, സുവോളജി, ബയോകെമിസ്ട്രി പോലുള്ള ഡിഗ്രികളുടെ ഹയർ ഓപ്ഷൻസ് എടുത്ത് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് മാറാവുന്നതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ മൈക്രോബയോളജിയും മെഡിക്കൽ ബയോകെമിസ്ട്രിയും ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒരു ഡെവലപ്പിംഗ് കരിയർ ആയിട്ട് മാറ്റാം. ഇനി മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഫിസിക്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് മാത്സ് ആൻഡ് ഫിസിക്സ് ആണല്ലോ സയൻസിലെ ഒരു കോമ്പിനേഷൻ സബ്ജക്ട്, അതുള്ള ആൾക്ക് ബിടെക് എടുക്കാം. ബിടെക് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത, ബിടെക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക് മേഖലകളിലേക്ക് മാറാൻ പറ്റിയ ഒന്നാണ്. IT ആവാം, AI ആവാം, ഡേറ്റ ആവാം, മെക്കട്രോണിക്സ് ആവാം, റോബോട്ടിക്സ് ആവാം, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആവാം, ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മേഖലകൾ വൈവിധ്യങ്ങളിലേക്ക് മാറാം. ഇത്തരം ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ടെക്നോളജിയിൽ നിന്ന് മാനേജ്മെന്റിലേക്ക് മാറാം, ടെക്നോളജിയിൽ നിന്ന് ഫിനാൻസിലേക്ക് മാറാം, ടെക്നോളജിയിൽ നിന്ന് ബാങ്കിങ് മാനേജ്മെന്റിലേക്ക്, ഇൻഷുറൻസിലോ ആക്ച്വറീസിലോ ഒക്കെ അങ്ങനെ പോവാം. സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് മാറാം. ഇങ്ങനെ ടെക്നോളജി വെച്ചുകൊണ്ട് ഈവൻ ആറ്റമിക് ന്യൂക്ലിയർ റിസർച്ചിലേക്ക് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കരിയറിലേക്ക്, സ്പേസ് ടെക്നോളജി ആയിട്ട് ക്രയോജനിക്സും റോക്കറ്ററി ആയിട്ട് ബന്ധപ്പെട്ടത് ബ്രാഞ്ചുകൾക്ക് അനുസരിച്ച് അത് മാറും കേട്ടോ. ഫുഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക്, ഇങ്ങനെ നമുക്ക് ടെക്നോളജിയിൽ നിന്ന് വിവിധ വകഭേദങ്ങളിലേക്ക് നമുക്ക് മാറിയെടുക്കാം എന്നുകൊണ്ട് ഒരു ബിടെക് ഒരു കരിയർ ആക്കി എടുക്കാം. അത് മാത്സും ഫിസിക്സും പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളായിരിക്കണം കേട്ടോ, താല്പര്യമുള്ള ആളുകളെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. ഇത് നോക്ക്, ഇങ്ങനെ മാത്സും ഫിസിക്സ് അങ്ങനെ അത്ര സുഖമില്ല, എന്നാൽ ഒരു IT കരിയർ ഒക്കെ പോകണമെന്ന ആളുകൾ പലപ്പോഴും പ്രതിസന്ധിയിലാവാറുണ്ട്. അവർക്ക് ഈ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്തതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക IT പോകണം, എന്നാൽ ബിടെക്കിന്റെ കണ്ടന്റ് ഓറിയന്റേഷനിലേക്ക് പോവുകയും ചെയ്യേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ BC എടുക്കാം. BC എടുക്കുമ്പോൾ പക്ഷേ നന്നായി പഠിക്കണം, നല്ല കോളേജ് സെലക്ട് ചെയ്യണം. അവിടുത്തെ ഒരു മെയിൻ സ്ട്രീം ഗ്രൂപ്പിൽ ഒരു ഒഴുക്കിൽ പെട്ടുപോയാൽ കരിയർ മൊത്തം നശിച്ചു പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതിൽ മാത്സ് സിമ്പിൾ അരിത്തമെറ്റിക് ആണ് വരിക, ഫിസിക്സ് വരില്ല. അതിനകത്ത് BC കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ കുറച്ച് ഫിസിക്സും വരും, കുറച്ച് മാത്സും വരും. അത് വേണോ വേണ്ടേ, പിന്നീട് പല ഹയർ ഓപ്ഷൻസിലേക്ക് മാറാം എന്നുള്ളതുകൊണ്ട് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ സ്വതന്ത്ര കരിയർ ആയിട്ട് എടുക്കാം, അങ്ങനെ പോവാം. BPharm, മാത്സ്, കൊമേഴ്സ്, മാത്സ് ഫിസിക്സുകാർക്ക് എടുക്കാം. ദെൻ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് മാറാവുന്നതാണ്. ദെൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ കുറേ സാധനങ്ങളുണ്ട്, അത് സെലക്ട് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരുവിധ എല്ലാ സ്പെഷ്യലൈസേഷനും, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും സുവോളജിയും മൈക്രോബയോളജിയും ബയോകെമിസ്ട്രിയും പോലുള്ള ബേസിക് ഡിഗ്രികൾ എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം, ജോബ് ഓറിയന്റഡ് ആക്കി മാറ്റാം. പക്ഷെ അത് കൃത്യമായ പ്ലാൻ വേണം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. റിസർച്ചും ടീച്ചിങ്ങുമാണ് പ്രധാനമായിട്ട് ഇത്തരം ബേസിക് ഡിഗ്രി, പ്യുവർ സയൻസ് ഡിഗ്രികളുടെ പ്രത്യേകത. ഇനി ഡിഗ്രിയാണ്, മെഡിക്കൽ വേണ്ട, എഞ്ചിനീയറിംഗ് വേണ്ട, ഡിഗ്രി എടുക്കാം എന്നൊരു പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കണം. പ്യുവർ സയൻസ് കോഴ്സുകളുണ്ട്, അപ്ലൈഡ് സയൻസ് കോഴ്സുകളുണ്ട്, രണ്ടും തമ്മിൽ പ്രകടമായ മൗലികമായ വ്യത്യാസങ്ങളുണ്ട്. ദെൻ അതുപോലെ സെമി പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതൊക്കെ വിശദമായിട്ട് സംസാരിക്കണം. ഇത്ര ഒരു വീഡിയോയിൽ എല്ലാം പറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ പറഞ്ഞു. ഇനി കൊമേഴ്സിലേക്ക് വരുമ്പോഴോ, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, കൊമേഴ്സിന്റെ കോർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസും മറ്റൊന്ന് ബിസിനസ് സ്റ്റഡീസും. ഈ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്നറിയോ, ഈ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ കഴിഞ്ഞ് അധികം ബുദ്ധിമുട്ടില്ലാതെ പഠിച്ച് പെട്ടെന്ന് ജോലിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്ന മേഖലകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. BCom പഠിച്ച് ലോജിസ്റ്റിക്സ്, BCom പഠിച്ചിട്ട് അക്കൗണ്ട്സ്, BCom പഠിച്ചിട്ട് ടാക്സേഷൻ, ദെൻ അതുപോലെ തന്നെ BCom പഠിച്ചിട്ട് അല്ലെങ്കിൽ BBA പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഗ്രാഫിക്സ് വെച്ച് മാറാവുന്നത്, ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ വെച്ച് മാറുക, ഇങ്ങനെയൊക്കെ വേണമെങ്കിലാവാം. അതിന് പുറമെ രസകരമായ മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കാം. MFC, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ, ദെൻ അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ദെൻ ആക്ച്വറിയൽ സയൻസ്, ഇൻഷുറൻസ്, ദെൻ സെക്യൂരിറ്റി, നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലുള്ള കോഴ്സുകൾ. ഇങ്ങനെ വളരെ രസകരമായി വൈവിധ്യമാർന്ന ബിസിനസ് അനലിറ്റിക്സിലേക്ക് മാറാം, ബിസിനസ് ഇക്കണോമിക്സിലേക്ക് മാറാം. അപ്പൊ തന്നെ എന്തൊക്കെ മേഖലകളായി, ഭയങ്കര വ്യതിരിക്തമായില്ലേ. അങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഇനി CA, CMA പോലുള്ള കോഴ്സുകൾ ഡിഗ്രി ചെയ്യുമ്പോൾ മാരകമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ പറ്റും എന്നതുകൊണ്ട് അങ്ങനെയും ആക്കാം. ഇനി ഒരു ഫിനിഷിംഗ് പ്രോഗ്രാം എന്ന നിലക്ക് CMA കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ആവാം. ഇതിന് പുറമെ ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ, ഹ്യൂമാനിറ്റീസ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി പോലുള്ള ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിൽ രസകരമായ വൈവിധ്യങ്ങൾ. ഇപ്പൊ സൈക്കോളജി എടുത്തു നോക്കുക, നിങ്ങൾ സൈക്കോളജിയിൽ നിന്ന് നിങ്ങൾക്ക് കോർപ്പറേറ്റ് കരിയറിലേക്ക് പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ സൈക്കോളജി വഴി വരാം. ദെൻ സൈക്കോളജി പഠിച്ച ഒരാൾ പിന്നീട് HR എടുത്തു കഴിഞ്ഞാൽ രസകരമായ ഓപ്ഷൻസ് കിട്ടും.
BSc സൈക്കോളജി, BA സൈക്കോളജി കഴിഞ്ഞ് MHR പഠിക്കുക. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MHR പഠിച്ചാൽ നല്ല രസമായിരിക്കും. ദെൻ MSW പഠിച്ചിട്ട് പ്രത്യേകിച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലുള്ള പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSW പഠിച്ചിട്ട് അങ്ങനെ വരാം. പക്ഷേ ഈ MSW MHR ഹ്യൂമാനിറ്റീസുകാർക്ക് മാത്രമുള്ള എല്ലാവർക്കും, എല്ലാ സ്ട്രീമുകാർക്കും ചെയ്യാം, എല്ലാ ഡിഗ്രിക്കാർക്കും ചെയ്യാം. പക്ഷേ ഹ്യൂമാനിറ്റീസുകാർ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ് പറയാം. ദെൻ സോഷ്യോളജി സൈക്കോളജിയും പഠിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൈക്കോളജി ഇങ്ങനെ മാറാം. ഇനി കൗൺസിലിംഗ് മേഖലകളിലേക്ക് വരാം. പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് കുറയുന്നൊന്നുമില്ല. മോട്ടിവേഷന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗിന്റെ ഇഷ്യൂസും ലേണിംഗ് ഇഷ്യൂസ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നതാണ്. ലേണിംഗ് ഇഷ്യൂസ് ഈ ഡിപ്ലോമ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പോലുള്ള കോഴ്സുകൾ സൈക്കോളജിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജി കുറച്ചുകൂടി ഒരു പ്രാക്ടീസിങ്, ഒരു രസകരമായ കരിയർ ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. കൗൺസിലിംഗ് സൈക്കോളജി ഫോക്കസ് ചെയ്യാൻ കൂടി ചെയ്താൽ ട്രാൻസാക്ഷൻ അനാലിസിസ്, ടീം സെന്റേഡ് ഇന്ററാക്ഷൻ ഒക്കെ പോലുള്ള NLP പോലുള്ള ട്രെയിനിങ് ഒക്കെ ആഡ് ചെയ്ത് സൈക്കോളജി മനോഹരമാക്കി മാറ്റാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോഷ്യോളജി അങ്ങനെ തന്നെ ചെയ്യാം. സോഷ്യോളജി MHR, സോഷ്യോളജി സൈക്കോളജി ഇങ്ങനത്തെ ഏരിയകളിലേക്ക് MSW ഇങ്ങനെയൊക്കെ മാറാം. ഇക്കണോമിക്സ് സത്യം പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസിന്റെ കൂട്ടത്തിൽ ഒരു പ്രൊഫഷണൽ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബിസിനസ് ഇക്കണോമിക്സ് എടുക്കാം. തന്നെ ഇക്കണോമിക്സ് പഠിച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉള്ളത് കൊണ്ട് ഫിനാൻഷ്യൽ കൺട്രോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് വേണമെങ്കിൽ മാറാം. അതുപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സ് സെലക്ട് ചെയ്യാം. ഇനി ഇക്കണോമിക്സ് ഇറ്റ്സെൽഫ് തന്നെ നമുക്ക് കരിയർ ഓറിയന്റഡ് ആക്കാം. പ്രത്യേകിച്ച് മാത്സ് ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ സ്വദേശത്തുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് പ്ലേസ്മെന്റിലേക്കൊക്കെ വരാം. അതോടൊപ്പം ഇതെല്ലാ കോഴ്സുകളുടെയും കൂടെ ഈ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഇത് കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത്തരം ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യാം. ദെൻ അവർക്ക് എഴുതാൻ പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ഇപ്പൊ സയൻസുകാർക്ക് പ്രത്യേകിച്ച് ATC എയർ ട്രാഫിക് കൺട്രോൾ പോലുള്ള എക്സാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അത് എഴുതി ജോബ് ഓറിയന്റഡ് ആക്കാം. അത് എഴുതി ജോബ് ഓറിയന്റഡ് ആക്കണമെങ്കിൽ ഡിഗ്രി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയാൽ ഡിഗ്രി തീരുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു ജോബ് ഓറിയന്റഡ് ആക്കി മാറ്റാൻ പറ്റും. ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഡിസൈനിങ് പ്രോഗ്രാം ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വേണമെങ്കിൽ ഡിഗ്രി തലത്തിൽ നമുക്ക് ലീഗൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട LLB ചെയ്യാം. LLB തന്നെ വീണ്ടും ലിറ്റിഗേഷനിലേക്കും ജുഡീഷ്യറിയിലേക്കും കോർപ്പറേറ്റ് ലീഗൽ അഫയേഴ്സിലേക്കും മാറാം. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, വെച്ച് മാറാൻ പറ്റുന്ന രസകരമായ വൈവിധ്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല കരിയർ ഉണ്ടാകും. പക്ഷേ ഈ നല്ല കരിയർ ഉണ്ടാക്കണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കില്ലൊന്ന് കണ്ടെത്തണം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഏരിയ എന്താണ്, നിങ്ങളുടെ ഡൊമിനേറ്റ് ചെയ്യുന്ന വ്യക്തിത്വ ഗുണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, അഭിരുചികൾ ഇത് കണ്ടെത്തുക. ശാസ്ത്രീയമായിട്ട് അത് കണ്ടെത്തി അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതോടൊപ്പം അതിനോട് ചേരുന്ന കരിയർ ചോയ്സസിനെ ക്ലബ് ചെയ്യുന്നിടത്ത് വളരെ മനോഹരമായ കരിയറുകൾ ഉണ്ടായി വരും എന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. പാരന്റ്സിനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, മക്കളുടെ കാര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മളുടെ ജനറേഷൻ പാരന്റ്സിന്റെ ഒരു പ്രത്യേകത, അങ്ങനെ ചെയ്യാൻ തുനിയുന്ന പാരന്റ്സ് അവരൊരു സ്കില്ല് കണ്ടെത്താൻ, ഈ ആന വാങ്ങിയിട്ട് തോട്ടി വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അവരൊരു സ്കില്ല് കണ്ടെത്താൻ കുറച്ച് പൈസ ചെലവാക്കി ആപ്റ്റിറ്റ്യൂഡൊക്കെ കണ്ടെത്തുക, അത് ഉപയോഗപ്പെടുത്തി അവരെ മനസ്സിലാക്കി അവർക്ക് പറ്റിയ അനുയോജ്യമായ കോഴ്സുകൾ കൂടി ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി സുന്ദരമാവും. അങ്ങനെ സുന്ദരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.